എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് രാവിലെ തന്നെ എഴുന്നേറ്റുള്ള സീനൊന്നും അല്ല കേട്ടോ. സമയം വൈകുന്നേരമായി, എനിക്ക് കടയിലൊക്കെ ഒന്ന് പോകാനുണ്ട്. ഇപ്പൊ കറക്റ്റ് ടൈം കണ്ടല്ലോ, സമയം 3:30 ആയിട്ടുണ്ട്. ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഫേസ് വാഷും മോയ്സ്ചറൈസർ ഒക്കെ സീറ്റഫിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ആലോചനയുണ്ട്. ഏതെങ്കിലും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് തീർന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനൊരു 3-4 എണ്ണം കൊണ്ട് നാട്ടിൽ നിന്ന് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് വേറെ ഒരെണ്ണം യൂഷ്വലി വാങ്ങുന്നതിനേക്കാൾ ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമാണ്. എന്തോ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്റെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ട് മുകളിലേക്ക് ഇട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റേത് എത്തുന്നത് വരെ തൽക്കാലത്തേക്ക് ഞാനത് ഉപയോഗിക്കാൻ തന്നെ വിചാരിച്ചു. മുടി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഞാൻ ലോറിയലിന്റെ ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യും. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മുടി ഭയങ്കര ഫ്രിസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തതിന് ഇപ്പൊ നന്നായിട്ട് ഹെയർ ഫോളും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനത് കണ്ണൊക്കെ ഒന്ന് എഴുതി കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് കുറെ മെസ്സേജസ് വരാറുണ്ട്. ലാക്മേയുടെ ബ്രൗൺ ഷീഡാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ പുറത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഞാൻ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഫ്രണ്ട്സ് രാഹുലും അമലും കൂടെ. നാട്ടിൽ 2 ആഴ്ച വെക്കേഷൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഈ ചൂടൊന്നും സഹിക്കാൻ പറ്റൂല, എങ്ങനെയെങ്കിലും തിരിച്ച് കാനഡയ്ക്ക് കയറി ചെന്നാൽ മതി എന്നായിരുന്നു എന്റെ. ഇവിടെ വന്നപ്പോഴോ അതിന്റെ ഇരട്ടി. ഞാനിപ്പോ സ്ലീപ്പ് കൺട്രിയിലാണ് വന്നിരിക്കുന്നത്, ഒരു മാട്രസ് നോക്കാനായി. കയറിയ പോലെ തന്നെ തിരിച്ചിറങ്ങി. എന്റെ പ്രൈസ് റേഞ്ച് ചെയ്തും ഒത്തിരി മുകളിലായിരുന്നു. പ്രത്യേകിച്ച് ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടോ, 3000-ന്റെയും 4000-ന്റെയും ഒക്കെ ബെഡ്. ഒരു 2-3 ലക്ഷം രൂപയൊക്കെ. തൊട്ടടുത്തായിരുന്നു വാൾമാർട്ട്. അതുകൊണ്ട് അവിടെ കൂടെ കയറി. ചേട്ടായൊക്കെ എന്റെ അടുത്തേക്ക് വരുവായോണ്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നതാണ് നിലവിലത്തെ പ്ലാൻ. ഇങ്ങനെ പലതും കാണുമ്പോൾ വാങ്ങണം എന്നൊക്കെ തോന്നും. പക്ഷെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ എല്ലാം പ്രൈസ്. 2, ഞാൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോയാൽ എന്റെ അപ്പാർട്ട്മെന്റിൽ ഇനി ഒന്നും വെക്കാനായിട്ട് സ്ഥലമില്ല. ഉള്ള സാധനങ്ങൾ തന്നെ കുറെ എടുത്ത് കളയണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ബെഡിലേക്ക് ഇരിക്കുമ്പോൾ ചുമ്മാ ഒരു ബാക്ക് സപ്പോർട്ടിനൊക്കെ. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ഫൂട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കൗച്ചായിട്ട് യൂസ് ചെയ്യാം, ഒന്ന് നിവർത്തിയിട്ട ബെഡായിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. ഈ ഫൂട്ടോണിനെ പറ്റി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. എനിവേസ്, ഇതാണ് സാധനം. തൽക്കാലത്തേക്ക് ഞാൻ ഇത് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാലോ. ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് വലിയ കാർട്ട് എടുത്തിട്ട് വരാനായിട്ട്. എന്നിട്ട് ഈ സാധനം നമ്മൾ കാർട്ടിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പോവാണ്. ഞാൻ ഈ സാധനം ഇങ്ങനെ കൊണ്ട് നടക്കുവാണ്. നമുക്ക് ബില്ലടിക്കാം. അങ്ങനെ സാധനമൊക്കെ വാങ്ങി കാട്ടിലിട്ടുണ്ട് പോവാണ് നമ്മള്. വാൾമാർട്ടിന്റെ അകത്ത് തന്നെ ഒരു മെഗ്ഡി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിലും അവിടെ നിന്ന് ഒരു കോഫി വാങ്ങി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ, ഞാൻ കാത്തിരുന്ന ആള് വന്നു. പിന്നിപ്പിക്കുന്ന ലക്ഷ്മി വെറുതെ വന്നതല്ല, അവളുടെ പുതിയ കാറുമായിട്ട് ഒരു ലോങ് ഡ്രൈവിന് വന്നതാണ്. ഇനി ഇവരെല്ലാരും പണിയെടുക്കുന്ന സീനുകളാണ് ഉള്ളത്. പുതിയ അപ്പാർട്ട്മെന്റിലേക്കാണ് ഇതെല്ലാം കൊണ്ടുപോയി ഇറക്കുന്നത്. എന്റെ അല്ലാട്ടോ, കുഞ്ഞീച്ചനും ചേട്ടായുടെ അപ്പാർട്ട്മെന്റ് എനിക്ക് വല്ലാതെ അങ്ങ് പോകും. ഞാൻ എല്ലാ ആംഗിളും ചെക്ക് ചെയ്ത് എനിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ലൈറ്റിംഗ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ജനലിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു ആനമരം നിൽക്കുന്നുണ്ട്. സൺലൈറ്റ് പരിസരത്തേക്ക് വരും. പക്ഷെ ഇവിടെയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഇനി സൺകിസ്ഡ് വീഡിയോസും ഫോട്ടോസും ഒക്കെ പ്രതീക്ഷിക്കാം. അവിടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെവിടെയാ? നമ്മളെ ലക്ഷ്മിയുടെ പുതിയ കാറിലാണ് നമ്മള് ട്രിപ്പ്. കുടുവിനെയും ഡയനേനൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു. ഡയന നാട്ടിൽ പോയേക്കാണ്, കുടു വന്നിട്ടില്ല. അപ്പൊ അവർ രണ്ടുപേരും ബാക്കിലുണ്ട് എന്ന് വിചാരിച്ച് നമ്മള് ഗേൾസ് ട്രിപ്പ് പോവാണ്. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വട്ടം ചുറ്റിയിട്ട് നേരെ വീട്ടിലേക്ക്. ഇനി സൺസെറ്റിന് മുന്നേ എനിക്ക് വലിയൊരു ടാസ്ക് കൂടെ ഉണ്ട്. ഗൈസ്, ഇത്ര നേരം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യാറെന്ന് അറിയാവോ? ഞാൻ ഗർഭിണീനെ ഒരുക്കുകയായിരുന്നു. ഇവിടെ താഴെ ഉണ്ട്, പക്ഷെ ഞാൻ ഗർഭിണീനെ ഒരുക്കുകയായിരുന്നു. ഗൈസ്, എങ്ങനെയുണ്ട്? സുന്ദരയായിട്ടില്ലേ? കുറെ നാളുകൾക്ക് ശേഷമാണ് ചേച്ചി ഇങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ണൊക്കെ എഴുതി ഇങ്ങനെ ഫുൾ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നത്. അതിന്റെ ഒരു സന്തോഷവും ചെറിയ നാടൊക്കെ മുഖത്ത് കാണാറുണ്ട്. ഞങ്ങൾ പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ സ്ഥിരം റീൽസും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പോകുന്ന ആ ഒരു പച്ച മൈതാനത്തേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നടക്കാനായിട്ട് ഒരു 5-6 മിനിറ്റേ ഉള്ളൂ. ചേട്ടനിടാനുള്ള ഷർട്ടൊക്കെ അലക്കി തേച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ഓ, എന്താ സ്റ്റൈൽ നോക്ക്. ബ്ലൂ കളറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ, ബേബി ബോയ് ആണ്. ഇതാണ് നിങ്ങൾ എന്റെ എല്ലാ ഫോട്ടോസിലും വീഡിയോസിലും കാണാറുള്ള ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയും ചേട്ടനും അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടിനല്ലാതെ ഇങ്ങനെ ഫോർമലായിട്ട് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല. അതിന്റെ ഒരു ചമ്മലൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ നോക്ക്, ആ പുഴയും ബാക്കിലുള്ള ഒരു ഗ്രീനറിയും പിന്നെ ഇവരുടെ ആ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഡ്രസ്സും എല്ലാം കൂടെ കൂടിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൺസെറ്റിന്റെ ടൈമിൽ ഇറങ്ങിയോണ്ട് നല്ല കറക്റ്റ് പാകത്തിനുള്ള സൺലൈറ്റ് വരുന്നു. ചേച്ചി, ആ ഷർട്ടിൽ കൈ പിടിച്ചേക്കണ ശരിയായിട്ടില്ല. അതിന് പകരം നമുക്ക് ഷൂ പിടിച്ചാലും ഇങ്ങനെ. നമുക്ക് അത്യാവശ്യം നല്ല കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിട്ടോ. കുറച്ചൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ ആഡ് ചെയ്യാട്ടോ. നമ്മൾ നിന്നിട്ടും നടന്നിട്ടൊക്കെ കുറെ എടുത്തു. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ഇരുന്നിട്ട് കൂടെ എടുക്കാന്ന് വിചാരിച്ചു. ബാക്കിൽ നിന്ന് സൺസെറ്റിന്റെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ലൈറ്റുടെ എല്ലാം കൂടി ഒക്കെ വന്നിട്ട് ആകെ നല്ല ഭംഗിയായിരുന്നു.
ഇത് നമ്മളിതാ 9th മന്തിൽ എടുക്കുന്ന ഫോട്ടോസ് ആണ് കേട്ടോ. നമ്മുടെ ബേബി ബോയ് പുറത്തു വരാനായിട്ട് ഫുൾ റെഡി ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മുടെ ഫോട്ടോ ഇന്നത്തെ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞില്ലേ? ഈ ഡ്രസ്സ് അന്ന് അവിടെ നിന്ന് എടുത്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഇരിച്ചു. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. ഞാൻ ഈ ഒരു ഇടയായിട്ട് സ്ഥിരം മുടി പിന്നിയാണ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് മുടി പിന്നിടുന്ന ഇഷ്ടേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ വന്നു ഇത് തന്നെയാണ്. ഇതൊന്നും പോരാതെ ഞാൻ മുടിയുടെ അറ്റം വരെ പിന്നിടും. അപ്പൊ എനിക്ക് ചോട്ടാ മുംബൈയില് മറ്റേ അമ്മച്ചീനെയാണ് ഓർമ്മ. ബൈ ബൈ പറഞ്ഞു പോകുന്നത് വേറെ എവിടേക്കും അല്ല, നേരെ മുകളിലേക്ക്. സ്റ്റെപ്പ് കയറി തുടങ്ങിയപ്പോഴേ മനസ്സിലായി മുകളിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മള് വർത്താനം പറഞ്ഞിരുന്ന് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞു. നമ്മളിപ്പോ എന്ത് ചെയ്യണ? ഫുഡ് കഴിക്കാൻ പോകും. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? മന്തി കുഴിമന്തി. ഇവിടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നിനും ഒരു ക്ഷാമമില്ല. ഇന്നിപ്പോ ആ കുഴിമന്തിയും ഹുമ്മൂസും മൈനൈസും ടൊമാറ്റോ ചട്നിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ പ്രഗ്നന്റ് ലേഡിയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. മറ്റേ വിജയ് ആന്റണിയുടെ തമിഴ് മൂവിയാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എന്റെ ഈവനിങ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ. ലോങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.